ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നൊരു ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മറ്റൊന്നുമല്ല, എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ലഡുവിൻ്റെ മോത്തിച്ചൂർ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനായിട്ട് ഞാൻ 2 കിലോ മോത്തിച്ചൂർ ഉണ്ടാക്കുന്നത് ലഡു ഉണ്ടാക്കാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ 1 കപ്പൊക്കെ എടുത്ത് ട്രൈ ചെയ്തിട്ട് ചെയ്താൽ മതിയാവും. കടലമാവ് എടുക്കുമ്പം 2 ടൈപ്പ് കടലമാവുണ്ട്. ഒന്ന് കനം കൂടിയതും കനം കുറഞ്ഞതും, അങ്ങനെ 2 ടൈപ്പാണ് കടലമാവ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല, ഓരോ നിങ്ങൾ എടുക്കുന്ന കടലമാവിനനുസരിച്ചിരിക്കും. അപ്പം എന്നാലും പറയുമ്പം നമ്മൾക്ക് ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും, ആ ഒരു അളവിലായിരിക്കും വേണ്ടി വരുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മോത്തിച്ചൂറിൻ്റെ തന്നെ ഉള്ള 0 നമ്പർ 1ൻ്റെ ഹോളുള്ള അരിപ്പയാണ് ഇത്. കടയിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. കടയിൽ നമ്പർ 0യും നമ്പർ 1ഉം ആണ് മോത്തിച്ചൂറിനായിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ചെറുതായിട്ട് ഗോളായിട്ട് വരുന്നുണ്ട്. അപ്പം മനസ്സിലാവുന്നുണ്ട്. ഇതാണെങ്കിൽ ഞാനൊരു ഡബ്ബയുടെ മണ്ടയ്ക്ക് ടാപ്പ് ചെയ്താണ് എടുക്കുന്നത്. കടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ കിട്ടുന്ന കുറച്ചും കൂടെ വലിയ മോത്തിയായിട്ടാണ് കിട്ടുന്നത്. ഇത് 01ൻ്റെ ആണ്. ഇത് വളരെ ചെറുതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യ ഒരു സ്റ്റൈലാണ്. അപ്പോൾ വളരെ ചെറിയ മോത്തിയാണ്. ചെറിയതെന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിൽ എത്ര കാണുന്നതെന്ന് എനിക്കറിയത്തില്ല, വളരെ ചെറുതാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഒരു അരിപ്പയും കൂടെ വേണം കേട്ടോ. നമ്മളിങ്ങനെ ഇത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക മൊത്തത്തിൽ. ഇതിനകത്ത് ബാറ്ററിനകത്ത് വേറെ ഒന്നും ചേർക്കില്ല, കടലമാവും വെള്ളവും മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ മൊത്തം നമ്മൾ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് അത് വരത്തുള്ളൂ. ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ 1 കപ്പ് കടലമാവിന് 1 കപ്പ് തന്നെ വേണം പഞ്ചസാര കേട്ടോ. അപ്പം 2 കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് പഞ്ചസാര എടുക്കുന്നത്. അതിനാകുമ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കണം വെള്ളം. 1 കപ്പിന് ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാന്ന് വെച്ചാൽ നൂല് പരുവം ഒന്നും വരണ്ട. കറക്റ്റ് ജസ്റ്റ് പഞ്ചസാര അലിയണം, അത്രയേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് പിന്നെ ഞാനൊരു കളറിന് വേണ്ടിയിട്ടും കടയിൽ